Derive kinematic equations for uniformly accelerated motion graphically. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാനുള്ള ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മൂന്നും കൂടെ ഒന്നും ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ ഡിറൈവ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം നോക്കണം. ഗ്രാഫിക്കലി ഡിറൈവ് എന്നാണ് പറയുന്നത്. അതായത് ഗ്രാഫ് വരച്ച് ഇതിന്റെ ഡെറിവേഷൻ ചെയ്യാനാണ് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ അറിയണം കേട്ടോ. ഗ്രാഫിക്കൽ ഡെറിവേഷൻ കൊണ്ട് രണ്ട് രീതിയിൽ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക്കൽ ഡെറിവേഷൻ കുറച്ചുകൂടി സിമ്പിൾ, അത് തന്നെ അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഓരോരോ ഇക്വേഷൻസ് ആയിട്ട് ഡിറൈവ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി ലെങ്തി ആയിരിക്കും വീഡിയോ, ഒത്തിരി ഒന്നും ലെങ്തി ആകത്തില്ല. മാക്സിമം ഷോർട്ടായിട്ട് ചെയ്യാം. പക്ഷേ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ കാണാം. ഡെറിവേഷൻസ് ആണ്, എല്ലാ സ്റ്റെപ്പും നോക്കി നോക്കി വേണം പോകാം കേട്ടോ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ വെലോസിറ്റി ടൈം റിലേഷൻ v = u+at എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഈ മൂന്ന് ഡെറിവേഷൻ അത് നമ്മൾ എന്ത് ഗ്രാഫ് ഉപയോഗിക്കുന്നത് അറിയോ? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഉപയോഗിക്കുന്നത്. അത് മറക്കരുത് കേട്ടോ. മൂന്ന് ഡെറിവേഷനകത്തും നമ്മൾ ഒരേ ഗ്രാഫ് ഉപയോഗിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. ഇവിടെ y ആക്സിസിൽ വെലോസിറ്റി, x ആക്സിസിലെ ടൈം ഒക്കെ എടുത്തിരിക്കുന്നു. ഇനി വെലോസിറ്റി നമുക്ക്, അതായത് സീറോ ടൈമിൽ, അതായത് നമുക്ക് ഇനീഷ്യലി വെലോസിറ്റി സീറോ അല്ല, വെലോസിറ്റി കുറച്ചുണ്ട് കേട്ടോ. എത്ര വെലോസിറ്റി ഉള്ളതെന്ന് അറിയോ? യു എന്നുള്ള വെലോസിറ്റി ഉണ്ട്. നമ്മൾ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ യു എന്നുള്ള വെലോസിറ്റി ഉണ്ട് ഇനിഷ്യലി. ഇനിയും അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? വെലോസിറ്റി ഇങ്ങനെ കൂടി 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 പോകുന്നു. ടൈം കൂടുന്നതനുസരിച്ച് വെലോസിറ്റി കൂടി കൂടി പോകുന്നു. നമ്മുടെ ഈ പോയിന്റ് എത്തുമ്പോൾ ടി എന്നുള്ള ടൈം എത്തുമ്പോഴത്തേക്ക് നോക്കിക്കേ, വെലോസിറ്റി എത്ര ആയെന്നറിയോ? വി ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ടി ടൈമിലേക്ക് വെലോസിറ്റി എത്രയാണ്? വി ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും വെലോസിറ്റി, ഇതാണ് ടി ടൈമിന് ശേഷമുള്ള വെലോസിറ്റി. 0 സെക്കൻഡിൽ നോക്കുമ്പോൾ വെലോസിറ്റി യു ആയിരുന്നു. ടി ടൈമിൽ നോക്കുമ്പോൾ വെലോസിറ്റി എന്തായി മാറി? വി ആയി മാറി. അപ്പോൾ ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ നോക്കിക്കേ, ഇപ്പോൾ വെലോസിറ്റി ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം ഒക്കെ ഈ ഗ്രാഫിൽ തന്നെ നോക്കിയാൽ കാണാം അല്ലേ. ഇതിനകത്ത് ഒരു പുള്ളി ഇല്ല. ആരാ? ഈ ഗ്രാഫിനകത്ത് ആക്സലറേഷനെ കാണുന്നില്ലല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്ക് അറിയാം അല്ലേ, സ്ലോപ്പ് ആണ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് എന്ത്? ആക്സലറേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിപാടി നമ്മൾ നോക്കാനായിട്ട് പോവാം. സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വരച്ചിരിക്കുന്ന എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, എ ബി എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ സ്ലോപ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടാൻ തീറ്റ കണ്ടുപിടിക്കുക, അല്ലാതെ ഈ ലൈനിന്റെ ചരിവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ, അതായത് ബി സി ഡിവൈഡ് ബൈ എ സി ചെയ്യണം. ബി സി ഡിവൈഡ് ബൈ എ സി ചെയ്യണം. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് ആക്സലറേഷൻ ആണ് മനസ്സിൽ വെച്ചോണം. സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ബി സി. എന്താണ്? ബി സി ഡിവൈഡ് ബൈ താഴെ എ സി ചെയ്യും. ബി സി ഡിവൈഡ് ബൈ എ സി ചെയ്യും. ഇത് നോക്കി, ബി സി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കണം, ആലോചിക്കണം കേട്ടോ. ബി സി അപ്പോൾ നോക്കി, ഫുൾ ലെങ്ത്, അതായത് താഴെ തൊട്ട് മേളിൽ വരെയുള്ള ഈ ലെങ്ത്, അതായത് ബി ഡി എന്ന് പറയുന്ന ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് എന്താ പറയുക? ബി ഡി ശ്രദ്ധിച്ചു നോക്കണം. ബി ഡി, ബി എന്ന് പറയുന്ന പോയിന്റ് ഇത്, ഡി എന്ന് പറയുന്ന പോയിന്റ് ഇത്. ബി ഡി എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത് എന്താണ്? വെലോസിറ്റിയാണ്. ഓക്കെ, ബി ഡി എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത് എന്താണ്? വെലോസിറ്റിയാണ്. ഇനി അതായത് ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയും. ഈ ചെറിയ ലെങ്ത് ഉണ്ടോ? സി ഡി എന്ന് പറഞ്ഞ ലെങ്ത്, അതെന്താണ്? യു ആണ്. അപ്പം ബി ഡി എന്ന് പറഞ്ഞാൽ ഫുള്ള് വിയും, ഇത്രയെന്ന് പറഞ്ഞാൽ യു. അപ്പൊ അത് ബി സി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ബി ഡി എന്നുള്ള സ്ഥാനത്ത് നിന്ന് സി ഡി എടുത്ത് മാറ്റിയാൽ പോരെ. നോക്കിക്കേ, ബി ഡിയിൽ നിന്ന് സി ഡി എടുത്ത് മാറ്റുന്നു, അതായത് ഫുൾ ഉള്ള വിയിൽ നിന്ന് യു എടുത്ത് മാറ്റുന്നു. എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വിയിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഫുൾ ലെങ്ത് ഉള്ള വിയിൽ നിന്ന് യു എടുത്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? ബാക്കിയുള്ള ഈ ലെങ്ത് കിട്ടത്തില്ലേ? ഈ ലെങ്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം വിയിൽ നിന്ന് യു എടുത്ത് കളയുക. വിയിൽ നിന്ന് യു എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ എന്താ? വി മൈനസ്. ഓക്കെ, അത് ചെയ്യുക, വി മൈനസ്. ഇനി എ സി എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, എ സി എന്ന് പറഞ്ഞ ലെങ്ത് എന്തിനോട് തന്നെ തുല്യമാണ്? ഒ ഡി എന്ന് പറഞ്ഞ ലെങ്തിനോട് തുല്യമാണ്. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ O എന്ന് പറഞ്ഞ ഈ പോയിന്റ് 0 സെക്കൻഡ് ആണ്, ഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് ടി സെക്കൻഡ് ആണ്. അപ്പൊ എത്ര വരും? 0 മുതൽ ടി വരെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ടി സെക്കൻഡ് തന്നെയല്ലേ. അപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? വി മൈനസ് യു ബൈ ടി കിട്ടി. അതിനകത്ത് എന്താ? ആക്സലറേഷൻ ഈസ് ഈക്വൽ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് കൊടുക്കാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്ത് എഴുതാൻ പറ്റും? എ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും? വി മൈനസ് യു. ഒന്നുമില്ല, ടി അപ്പുറത്തോട്ട് കൊണ്ടുപോയി എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി വി ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മൈനസ് യുവിനെ എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് കൊടുക്കണം. മൈനസ് യു ഇപ്പുറത്തെ ആടുമ്പോൾ എന്തായി മാറും? പ്ലസ് യു ആയിട്ട് മാറും അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 89. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഫസ്റ്റ് ഇക്വേഷൻ മോഷൻ സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമ്മുടെ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത ഡെറിവേഷൻ ആണ്. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്ന പേര്, ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്തു വെലോസിറ്റി ടൈം റിലേഷൻ നമ്മൾ ചെയ്തു. അതിനടുത്ത ഇക്വേഷൻ പറയുന്നത് പൊസിഷൻ ടൈം റിലേഷൻ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതും ഇതേ സെയിം ഇതിൽ നിന്നാണ് അല്ലേ. നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് സെയിം ഗ്രാഫ് എന്ന് പറയുമ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് തന്നെ എന്ത് ഡിറൈവ് ചെയ്യാനായിട്ട്? രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള പൊസിഷൻ ടൈം റിലേഷനും ഡിറൈവ് ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും? അത് തന്നെ എന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ.
അപ്പം ഏരിയ അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിനടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് അതുപോലെ നീട്ടി എഴുതുന്നില്ല, ഡിസ്പ്ലേസ്മെന്റ് പറയാൻ എസ് എന്ന് എഴുതും കേട്ടോ. അപ്പോൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വരുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. അതായത് എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം? ഈ ലൈനിന്റെ താഴെ എ ബി എന്ന് പറഞ്ഞ താഴെ ലൈനിന്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഏത് ഷേപ്പിന്റെ നോക്കി? ഒ എ ബി സി ഡി, ഈ ഫുൾ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഈ ഒ എ ബി സി ഡി എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? എന്തുണ്ട്? ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷേപ്പ് നോക്കാം. അതായത് ഇവിടെ ഒ എ, ഇവിടെ എ, ഇവിടെ ബി എ, ഇവിടെ സി എ, ഇവിടെ ഡി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ സാധനത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോലെ എന്ത് ചെയ്താൽ മതി അറിയാവോ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ ഈസ് ഈക്വൽ ടു എന്താ ചെയ്യണം? ഈ രണ്ട് പേരുടെ ഏരിയ കൂട്ടണം അല്ലേ? ആരുടെ ഏരിയ കൂട്ടേണ്ടത്? ഏരിയ ഓഫ് ആരെയാ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഏരിയ ഓഫ് ഈ റെക്ടാങ്കിൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഏരിയ ഓഫ് റെക്ടാങ്കിൾ പറയുന്നതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഓഡി എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ടൈം അല്ലേ? ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി യു. അത് തിരിച്ചെടുത്താലും മതി. ലെങ്ത് യു ആയിട്ട് എടുക്കുക, ബ്രെഡ്ത്ത് ടൈം ആയിട്ട് എടുക്കുക. അപ്പോൾ ഈ റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എന്ത് ചെയ്യണം? യു ഇൻറ്റു ടി ചെയ്യണം കേട്ടോ. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഉപയോഗിക്കുന്നു. അടുത്ത് ഇനി നോക്കിക്കേ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു എന്താ പറ്റും? ഹാഫ് ബി എച്ച് എന്താവും? ഹാഫ് ബി എച്ച്. അപ്പോൾ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ എഴുതും പ്ലസ് ഹാഫ് ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ബേസ് ആയിട്ട് എടുക്കാം, ഇത് ഹൈറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ബേസിന്റെ ലെങ്ത് എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ? ഈ ഹൈറ്റ് ബി സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ബി സി എന്ന് പറയുന്നത്? വി അല്ല, ബി സി എന്ന് പറയുന്നത് യു അല്ല. എന്താ? ബി സി എന്ന് പറയുന്നത് വി മൈനസ് യു. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത വി മൈനസ് യു. ഇത്രയും കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് ഏരിയ എന്താണെന്ന് അറിയാം. ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ എന്താ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി മൈനസ് യു കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കേ എ ടി സ്ക്വയർ എന്നല്ലേ നമുക്ക് വേണ്ടത്. പക്ഷേ ആക്സലറേഷൻ ടൈം ഇതുവരായിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് അറിയോ? ആക്സലറേഷനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി എന്നറിയാമല്ലോ. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ ടി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷനകത്ത് എ ടി കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? നോക്കിയേ, എ ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? വി മൈനസ് യു എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് വി മൈനസ് യു ആണ്. വി മൈനസ് യുവിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? വി മൈനസ് യു ഈസ് ഈക്വൽ ടു ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ആക്സലറേഷൻ എന്നത് വി മൈനസ് യു ബൈ ടി. അപ്പോൾ എ ടി ഈസ് ഈക്വൽ എന്ത് കിട്ടും? വി മൈനസ്. ഈ സാധനത്തെ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് കിട്ടും നോക്കിക്കോണേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി. വി മൈനസ് യുവിന് എന്ത് കൊടുക്കുന്നു? എ ടി എന്ന് കൊടുക്കുന്നു കേട്ടോ. വി മൈനസ് യുവിന് ഒരു എ ടി എന്ന് കൊടുക്കുന്നു ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ നോക്കി എന്ത് കിട്ടും നോക്കിയേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എത്ര ടി ഉണ്ട്? 2 ടി. അപ്പോൾ എന്ത് കിട്ടും? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കിട്ടും. സിമ്പിൾ ഡെറിവേഷൻ അല്ലേ? നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ചെയ്ത് എന്താ? പൊസിഷൻ ടൈം റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ പൊസിഷൻ അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ റെക്ടാങ്കിളിന്റെയും ട്രയാങ്കിളിന്റെ ഏരിയ തമ്മിൽ കൂട്ടുക. റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് യു, ബ്രെഡ്ത്ത് ടൈം യു ഇൻറ്റു ചെയ്തു. ഇനി മേളത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ചെയ്യണം. ബേസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടൈം തന്നെ അല്ലേ? ബേസ് എന്ന് പറഞ്ഞാൽ ഈ സാധനം എ സി എന്ന് പറഞ്ഞ സാധനം എന്താണ്? ടൈം അല്ലേ? ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ബി സി, അതായത് എന്ത് കിട്ടും? വി മൈനസ് യു. അപ്പോൾ വി മൈനസ് യു ഇൻറ്റു എന്ത് ചെയ്യണം? ടി ചെയ്തു. വി മൈനസ് യുവിനെ എങ്ങനെ വിളിക്കാം? എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. അപ്പം എ ടി ഈസ് ഈക്വൽ എന്ത് കിട്ടും? വി മൈനസ് യു കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു. എസ് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കിട്ടുന്നു. ഓക്കെ, നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾ വിജയകരമായിട്ട് ഡെറൈവ് ചെയ്തിരിക്കുന്നതാണ്. വെലോസിറ്റി ടൈം റിലേഷൻ കിട്ടി, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ അഥവാ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ നമുക്ക് കിട്ടി. അടുത്ത ഒരൊറ്റ ഇക്വേഷനോടെ കണ്ടുപിടിച്ച് നമ്മുടെ പരിപാടി ചെയ്യും. അടുത്ത ഇക്വേഷൻ എന്താ അറിയോ? നമ്മുടെ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, അതായത് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി നമ്മുടെ റിലേഷൻ, അല്ലെങ്കിൽ പൊസിഷനും വെലോസിറ്റി നമ്മുടെ റിലേഷൻ, ഈ റിലേഷൻ നമുക്ക് പറയാം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഈ ഷേപ്പ്, അതായത് നമ്മുടെ എ ബി ഡി ഒ എന്നുള്ള ഷേപ്പിന്റെ ഏരിയ ഒരു പ്രാവശ്യം കൂടെ കണ്ടുപിടിക്കാൻ പോണേ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ചെറിയൊരു ട്വിസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ? നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏരിയ ഈ ഷേപ്പിനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ പോകും. എ ഒ എ ബി ഡി എന്നുള്ള ഷേപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കി. ഇത് എന്തായിട്ടായിരിക്കും അറിയോ? ഒരു ട്രപ്പീസ്യത്തിന്റെ ഷേപ്പിലായിരിക്കുന്നത്. കണ്ടോ? ഒരു ട്രപ്പീസ്യം പോലെയല്ലേ ഇരിക്കുന്നത്. ഈ ഷേപ്പ് എക്സാക്ട് ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ട്രപ്പീസ്യം പോലെ തന്നെ. ഇത് ഒ എ, ഇത് എ, ഇത് ബി എ, ഈ പോയിന്റ് സി. സി തൽക്കാലം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പോയിന്റ് ഡി. കണ്ടോ? ഇത് എക്സാക്ട് ട്രപ്പീസ്യം പോലെ തന്നെയല്ലേ? ട്രപ്പീസ്യത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ അറിയോ? എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു ഹൈറ്റ്. അതായത് പാരലായിട്ടുള്ള രണ്ട് സൈഡുകളുടെ സമ്മ്, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ട്രപ്പീസ്യത്തിന്റെ ഹൈറ്റ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഏരിയ കിട്ടും.
അല്ലേ? അപ്പം ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? രണ്ട് സൈഡ് പാരലാണ്, ബാക്കി സൈഡുകൾ പാരലാണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള സാധനത്തെ നമ്മൾ ട്രപ്പീസിയം. അപ്പൊ ഇത് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് a+b/2 ഹൈറ്റ്. അപ്പൊ ഈ സാധനം, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. വെലോസിറ്റി ടൈം ഗ്രാഫിന് അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ച് എന്താ കിട്ടാൻ പോകുന്നത്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ എസ് കിട്ടും. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു അതായത് എസ് ഈസ് ഈക്വൽ ടു ഏരിയ, എസ് ഈസ് ഈക്വൽ ടു ഏരിയ നമുക്കറിയാമല്ലോ. അപ്പൊ ആ രീതിയിൽ എഴുതാതെ ഏരിയ ഈസ് ഈക്വൽ ടു, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിനുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ കിട്ടും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എസ് കിട്ടും. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഏരിയ കണ്ടുപിടിക്കാൻ പോണ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? നോക്കിക്കേ, എയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? യു. ഇനി അടുത്ത് ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? നോക്കിക്കേ, ബിഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ആരാണ്? പി. ഓക്കെ, അപ്പൊ അത് രണ്ടുകൂടെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് എച്ചിന്റെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്ന ആരാണ്? എസിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? ടി. ഇൻറ്റു ടി ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണെന്നറിയാമല്ലോ. അടുത്ത സ്റ്റെപ്പ് ഞാൻ അങ്ങനെ എഴുതുവാണ്, എസ് ഈസ് ഈക്വൽ ടു വി പ്ലസ് യു പ്ലസ് യുവിനെ ഞാൻ യു പ്ലസ് വി ഞാൻ തിരിച്ചു എഴുതും, അതായത് വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 എഴുതാണ്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അത് ചെയ്യുന്ന ചെറിയൊരു പ്രയോജനം കൊണ്ട് എഴുതുന്നത് കേട്ടോ. ഇൻറ്റു ടൈം എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എസ് ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടൈം. ഇനി വീണ്ടും നമ്മളൊന്ന് പുറകോട്ട് വന്ന് ഫ്ലാഷ് ബാക്ക് പോവാണ്. നമുക്കറിയാം ആക്സലറേഷൻ ഇക്വേഷൻ എന്താ നിങ്ങൾക്കറിയാം അല്ലേ? ആക്സലറേഷൻ ഈസ് ഈക്വൽ എന്താ? വി മൈനസ് യു ബൈ ടി എന്നല്ലേ? ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് ടൈമിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് എന്ത് കിട്ടും നോക്കിയേ? ടൈം ഈസ് ഈക്വൽ എന്താ പറ്റും? ടൈം ഈസ് ഈക്വൽ എന്താ പറ്റും? നോക്കിയേ, താഴെ കിടക്കുന്ന ടി എ മേളിൽ കിടക്കുന്ന എ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ എന്ത് കിട്ടും അറിയാമോ? വി മൈനസ് യു ഡിവൈഡ് ബൈ എ എന്ന് കിട്ടും. സിമ്പിൾ. നോക്കിയേ, ടൈം താഴെ കിടന്ന മേളിൽ പോയി, മേളിൽ കിടക്കുന്ന ആക്സലറേഷൻ താഴെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് പോലെ ഞാൻ ടൈമിന് പോലെ എന്താ കൊടുക്കാൻ പോകുന്നത് അറിയോ? വി മൈനസ് യു ഡിവൈഡ് ബൈ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ എഴുതുന്നു, ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു വി പ്ലസ് യു ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്താണ് ടൈമിന് പോലെ എന്ത് കൊടുക്കാം? വി മൈനസ് യു ഡിവൈഡ് ബൈ എ. മുകളിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഈ സാധനം എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നത് എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ ചേർത്തത്. അപ്പോൾ ഇത് കിട്ടും 2a എന്ന് എഴുതാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലേ? എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുമ്പോൾ നോക്കിയാൽ അറിയാമോ? ഞാൻ ഈ 2a ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം നമുക്ക് എന്ത് വരുന്നത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 2a അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ട് കണ്ടെടുക്കുകയാണ്. ഈ സ്റ്റെപ്പ് പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റെപ്പ്, അതായത് ഇവനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകും. ആ സ്റ്റെപ്പ് നമുക്കൊന്ന് എഴുതാം. എന്താണ്? എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഓക്കെ, എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഉത്തരം കിട്ടി. എന്താണ്? 2a എസ് ഈസ് ഈക്വൽ ടു എന്താ പറ്റും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എഴുതാൻ പറ്റും. വി സ്ക്വയറിന് ഒരു സ്ഥലത്ത് യു സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകുന്നത് കിട്ടും. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ അപ്പുറത്ത് ആയിട്ട് പ്ലസ് ആയിട്ട് മാറും. യു സ്ക്വയർ പ്ലസ് 2a കിട്ടും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ 3 ഇക്വേഷൻസ് നമ്മൾ വിജയകരമായിട്ട് ഡെറൈവ് ചെയ്തിരിക്കുകയാണ്. സിമ്പിൾ ഡെറിവേഷൻ ആണ്. നല്ല രീതിയിൽ എഴുതി തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഇത് മനസ്സിൽ നിൽക്കത്തുള്ളൂ. 3 ഡെറിവേഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു 2 3 4 മാർക്കിന് കിട്ടുന്ന തക്കത്തുള്ള ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക.